നമസ്കാരം. ഇന്നലത്തെ നയപ്രഖ്യാപന സമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടത് വിശദമായി തന്നെ വിലയിരുത്തേണ്ട ഒരു സംഭവമാണ്. ആ പത്രസമ്മേളനത്തിൽ പല പോസിറ്റീവ് സൈഡുകളുമുണ്ട്, ഒപ്പം ആശങ്കപ്പെടുത്തുന്ന നെഗറ്റീവ് സൈഡുകളുമുണ്ട്. ഇത് രണ്ടും രണ്ടായി തന്നെ കാണേണ്ടതുകൊണ്ട് ആദ്യത്തെ വീഡിയോയിൽ പോസിറ്റീവ് സൈഡ് നമുക്ക് പരിശോധിക്കാം. രണ്ടാമത് മറ്റൊരു വീഡിയോ കൂടി 1 മണിക്കൂറിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ നെഗറ്റീവ് സൈഡ് മാത്രമാണ് പരിശോധിക്കുന്നത്. പിണറായി വിജയൻ്റെ വസതിയിലെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് CPMകാർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു തിയറിയുണ്ട്. മോദിയും VDയും EDയും എന്നതായിരുന്നു തിയറിയുടെ പേര്. നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി V.D. സതീശൻ ഡൽഹിക്ക് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ നേരം വെളുക്കുന്നതിന് മുൻപ് V.D. സതീശൻ്റെ അഭ്യർത്ഥന പ്രകാരം മോദി EDയെ പിണറായിയുടെ വീട്ടിലേക്ക് വിട്ടു എന്നതായിരുന്നു ആ തിയറി. അത്തരത്തിൽ വ്യാപകമായി അവർ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ആ തിയറി ഏറ്റുപിടിച്ചു. കേരളത്തിലെ CPM സൈബർ ഹാൻഡിലുകൾ മാത്രമല്ല, മുതിർന്ന നേതാക്കളും മുൻ മന്ത്രിമാരും വരെ V.D. സതീശൻ ഡൽഹിയിൽ പോയത് പിണറായി വിജയൻ്റെ വീട്ടിൽ EDയെ കയറ്റാനാണ് എന്ന് കള്ളക്കഥ മെനഞ്ഞു. CPM എത്ര ദുർബലമായ ഒരു പാർട്ടിയാണ് എന്നതിന് തെളിവായിരുന്നു അത്. സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് മുഴുവൻ അറിയാം ED റെയ്ഡും VDയുടെ സന്ദർശനവും തമ്മിൽ ബന്ധമില്ലെന്ന്. CPMകാർക്കും അറിയാം. പക്ഷെ അവരുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ആ തിയറി അവർ അവരുടെ മണ്ടന്മാരായ അടിമകളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചു. ആ ചോദ്യം ഇന്നലെ പത്രസമ്മേളനത്തിൽ ഉയരുമ്പോൾ അതിന് എന്തു മറുപടിയാണ് V.D. സതീശൻ നൽകേണ്ടത്? മറുപടി അല്പം പോലും അർഹിക്കാത്ത ഒരു ചോദ്യമാണത്. സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് ഒരിക്കലും ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയായി ആദ്യം ഡൽഹിയിൽ പോയപ്പോൾ മോദിയെ കാണാൻ ശ്രമിച്ചു, നടന്നില്ല. മോദിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ പോയി. മോദിയെ കാണാൻ വേണ്ടി ചെന്നു, വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തി. പിറ്റേ ദിവസം വെളുപ്പിന് റെയ്ഡ് നടന്നപ്പോൾ അത് VD മോഡി കൂടിക്കാഴ്ചയുടെ ഭാഗമാണെന്ന് പറയണമെങ്കിൽ അത്രയ്ക്കും വിവരക്കേട് CPMന് വേണം. അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള ഒരു മറുപടി അല്ല അതിനർഹിക്കുന്നത്. V.D. സതീശൻ തമാശ കലർത്തി അതിന് പറഞ്ഞ മറുപടി ഒറിജിനൽ തഗ്ഗായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ EDയെ കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ല കരയണോ ഇത് കേട്ടിട്ട്? നിങ്ങളൊന്ന് ആലോചിക്കും. നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയൻ ഇതൊന്നും പറയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ നല്ലതാണിത്. എന്താണെന്നറിയാം, ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ അയഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. തമാശ പറയാൻ തുടങ്ങിയല്ലോ. എന്താണ് നടക്കുന്നത് കേരളത്തിൽ? VDയോട് വലിയ ബഹുമാനം തോന്നിയ ഒരു പ്രതികരണമാണത്. ഇത്തരം ആരോപണങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. അല്ലാതെ ന്യായീകരിച്ച് മെഴുകുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇതാണ് മറുപടി. ഇതിനേക്കാൾ അർഹിക്കുന്ന മറുപടി വേറെയൊന്നുമില്ല. CPMകാരുടെ വായ അതോടുകൂടി അടഞ്ഞുപോയി. ആ തിയറിയെ അവർ ഉപേക്ഷിച്ചു. ഇനി പത്രസമ്മേളനത്തിലെ രണ്ടാമത്തെ പോസിറ്റീവ് കാര്യത്തിലേക്ക് കിടക്കാം. അത് മാധ്യമപ്രവർത്തകരുടെ വളരെ ബാലിശമായ ഒരു ചോദ്യമായിരുന്നു. V.D. സതീശൻ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്, മൗനി ബാബയായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തത് എന്നായിരുന്നു ചോദ്യം. അതിന് പശ്ചാത്തലം, ഡൽഹിയിൽ വെച്ച് ED റെയ്ഡിനെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ V.D. സതീശൻ ചിരിച്ചുകൊണ്ട് പൂക്കി ആംഗ്യം കാണിച്ച് തടിതപ്പി, മറുപടി പറഞ്ഞില്ല. ഇതോടെ ചാനൽ ജഡ്ജിമാർ V.D. സതീശനെതിരെ രംഗത്തിറങ്ങി. VDക്ക് മാധ്യമങ്ങളെ ഭയമാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കൾ ആഞ്ഞുതുള്ളി. ആ ചോദ്യം ഇന്നലെ ഉണ്ടായപ്പോൾ V.D. സതീശൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. നിങ്ങളോടാണ്. ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനി ബാബയാണ്. 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാണ് ഇടിച്ചത്.
ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യയോട് പറയാം, എൻ്റെ മുഖത്താണ് ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് ചോദിച്ചു, അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരാം. ദയവ് ചെയ്ത് എപ്പോഴാണ് ഒരു കാര്യത്തിൽ മറുപടി പറയാൻ വേണ്ടേ? അത് ഞാൻ പഠിച്ചിട്ടല്ലേ പറയേണ്ടത്, മനസ്സിലാക്കിയിട്ടല്ലേ പറയേണ്ടത്, സമയത്ത് ഉചിതമായ സമയത്തല്ലേ പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തി തുടങ്ങിയില്ലേ നിങ്ങളോട്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും തന്നു? അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം. എന്നിട്ട് 12 പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് പോയില്ല. 12 പ്രാവശ്യം, നിങ്ങൾക്ക് 24 പ്രാവശ്യം ചോദ്യം ചോദിക്കുക. എനിക്ക് മറുപടി പറയേണ്ട സമയം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതെനിക്ക് തരണം. റിക്വസ്റ്റാണ്. അല്ലല്ല ഇങ്ങനെ അതല്ല. ഞാൻ അങ്ങനെ ആകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന ആളാണ്. നോ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇല്ല ഞാനിപ്പോൾ വന്നിരിക്കുമല്ലേ ഇല്ല നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ലായിരുന്നില്ല. പിന്നെയാണ് നിങ്ങൾ 12 പ്രാവശ്യം ചോദ്യം ചോദിക്കണം. നോ നിങ്ങൾ അങ്ങനെ പറയല്ലേ, അങ്ങനെ ആക്കല്ലേ, അങ്ങനെ താരതമ്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ ആക്കല്ലേ. നിങ്ങൾ ഈ വിഷയം കേൾക്കണോ? ഈ വിഷയം കേൾക്കണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ട സമയം തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം എനിക്കത് പഠിച്ചും മനസ്സിലാക്കിയിട്ടോ പറയാൻ പാടുള്ളൂ. പെട്ടെന്നങ്ങ് പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ സമയം തീരുമാനിക്കേണ്ട, ഞാൻ അതിനുള്ള അവകാശം എനിക്ക് തന്നെ. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അതിനുള്ള അവകാശം ഞാൻ എപ്പോഴും തരും. മനസ്സിലായല്ലോ? ആയതുകൊണ്ടാണല്ലോ പറയാൻ പോകുന്നത്. നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അത്രേ എനിക്ക് അവകാശം വേണം. ഇതിനേക്കാൾ മികച്ച മറുപടി സ്വപ്നങ്ങളിൽ മാത്രമാണ്. മാധ്യമപ്രവർത്തകർ പിണറായിയുടെ കാലം മറന്നുപോകുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വീക്കിലി ബ്രീഫിംഗ് പോലും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ആ ശീലം വി ഡി സതീശൻ തിരിച്ചു കൊണ്ടുവന്നു. മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മന്ത്രിസഭയിലുണ്ടായ തീരുമാനങ്ങൾ പറയും. മാധ്യമപ്രവർത്തകർക്ക് എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, ധൃതി വയ്ക്കാറില്ല. പിണറായി വിജയൻ ഒരിക്കലും അതിന് ധൈര്യം കാണിച്ചിരുന്നില്ല. പിണറായി പോകുന്ന ഒരിടത്തും മാധ്യമപ്രവർത്തകർ എത്താറില്ലായിരുന്നു. എത്തിയാൽ ചോദിക്കാറില്ലായിരുന്നു. ചോദിച്ചാൽ മറുപടി പറയാറില്ലായിരുന്നു. മറുപടി പറയേണ്ടി വന്നാൽ പൊട്ടിത്തെറിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായിയുടെ പിന്നാലെ മാധ്യമപ്രവർത്തകർ ക്യാമറയും തൂക്കി പോകുന്ന പതിവില്ലായിരുന്നു. എന്നാൽ വി ഡി സതീശൻ കൃത്യമായി ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്നു. ഇടയ്ക്കിടെ പത്രസമ്മേളനം നടത്തുന്നു. മുഖ്യമന്ത്രി അതിനുശേഷം എത്രയോ തവണ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. മാത്രമല്ല, മാധ്യമപ്രവർത്തകർ വരുമ്പോഴെല്ലാം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നു. പക്ഷേ ഇങ്ങനെ എവിടെ പോയാലും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് ജോലി ചെയ്തിരിക്കാൻ കഴിയുമോ? വി ഡി സതീശൻ പറഞ്ഞത് സത്യമല്ലേ? കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം ചോദിക്കുന്നു, ഇറങ്ങുമ്പോൾ ചോദിക്കുന്നു. കാറിൽ കയറുമ്പോൾ ചോദിക്കുന്നു, ഇറങ്ങുമ്പോൾ ചോദിക്കുന്നു. നോക്കൂ, ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ മാധ്യമപ്രവർത്തകർക്ക് യൂണിറ്റുകളുണ്ട്. അവരെല്ലാവരും വി ഡി സതീശന് പിന്നാലെ നടന്നാൽ വി ഡി സതീശൻ എന്ത് ചെയ്യും? അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ ഒരു ദിവസം ഒരു 100 തവണയെങ്കിലും ഇറങ്ങേണ്ടി വരും. ഈ 100 തവണയും മാധ്യമപ്രവർത്തകർ പൊതിഞ്ഞാൽ, അവർ ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ സമയമാണ് വെറുതെ ആവുന്നത്. അതുകൊണ്ട് ദിവസം ഒരു തവണയിൽ കൂടുതൽ ചോദിക്കരുത് എന്ന് തീരുമാനിക്കണം. ഏറ്റവും നല്ലത് ആഴ്ചയിൽ ഒരിക്കൽ ക്യാബിനറ്റ് ബ്രീഫിങ്ങിൻ്റെ സമയത്ത് ചോദിക്കുന്നതാണ്. പോട്ടെ, അദ്ദേഹം പോകുന്നിടത്ത് ഒരു തവണ ചോദിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തെ ദിവസവും ഇങ്ങനെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ച് പൊതിഞ്ഞുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തിന് പണി ചെയ്യണ്ടേ? ഒരേ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വീണ്ടും വീണ്ടും പറയണ്ടേ? മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടാകുമ്പോൾ അത് പഠിക്കാൻ സമയം വേണ്ടേ? വാസ്തവത്തിൽ മാധ്യമപ്രവർത്തകർ അവരുടെ തൊഴിലിൻ്റെ പേരിൽ അതിര് കടക്കുകയാണ് വി ഡി സതീശൻ്റെ അടുത്ത്. പിണറായി വിജയൻ്റെ അടുത്ത് ഇവരാരും പോകുമായിരുന്നില്ല. പിണറായി ആരോടും മറുപടി പറയുമായിരുന്നില്ല. മറുപടി പറയാൻ തയ്യാറാകുമ്പോൾ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അന്യായമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, വി ഡി സതീശന് മറുപടി അസലായിരുന്നു. മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി അച്ചടക്കം പാലിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ വി ഡി സതീശൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാത്ത വിധത്തിൽ പിണറായി വിജയനെ പോലെ ഓടി ഒളിച്ചെന്ന് വരാം. നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ ദുരുപയോഗിച്ചാൽ അത് നഷ്ടപ്പെടുന്നത് എക്കാലത്തും എല്ലായിടത്തുമുള്ള അനുഭവമാണ്. ദയവായി മാധ്യമപ്രവർത്തകർ നഷ്ടപ്പെടുത്തരുത്. എല്ലായിടത്തും ഓടിച്ചെന്ന് മൈക്ക് നീട്ടി അദ്ദേഹത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മാധ്യമങ്ങളെ കാണുന്നത് തന്നെ നിർത്തിവയ്ക്കുന്നതിന് കാരണമാവരുത്. അതേസമയം ഈ പത്രസമ്മേളനത്തിൽ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ടായി. അതേക്കുറിച്ച് തന്നെയാണ് 1 മണിക്കൂറിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോ.